ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഈ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനിതിൽ കാണിക്കുന്നത്. രാവിലെ തൊട്ടിട്ട് രാത്രി വരെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് പൂരിയും ബാജിയാണ്. അപ്പോൾ ഞാൻ ഇതാ ബാജിക്കറി അടുപ്പത്താക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ ഹസ്ബൻഡ് കല്ലുമ്മക്കായ കൊണ്ട് തന്നിന്, നല്ല ഫ്രഷ് കല്ലുമ്മക്കായ. അപ്പോൾ അത് ഞാനിപ്പോൾ പുറത്ത് എടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഉച്ചക്ക് ചോറിന് ലേശം എടുത്ത് പൊരിക്കാമെന്ന് വിചാരിച്ച്, പിന്നെ ബാക്കി നിറയ്ക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിതാ ബാജിക്ക് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങെല്ലാം ഇവിടെ അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇനി പൂരിക്ക് വേണ്ടിയിട്ട് മാവ് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ പൊടി നേരത്തെ കുഴച്ച് വെച്ചിന്. പിന്നെ മക്കളെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല, മക്കളത് 9:45 അവരെ ബ്രേക്ക് ആണെങ്കിൽ. പിന്നെ ഫുള്ള് ക്ലാസ് ചെയ്യണമെങ്കിൽ 2 മണിയാവും. ഇനി ഈ മാവൊന്ന് ഓരോ ബോളാക്കിയിട്ട് പരത്തിയിട്ട് ചുട്ടെടുക്കണം. മക്കളെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ വേഗം തന്നെ എണ്ണ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കട്ടെ വിചാരിച്ചു. എന്നിട്ട് പരത്താല. അപ്പോഴത്തേക്ക് പരത്തി കഴിയുമ്പോഴത്തേക്ക് എണ്ണ ചൂടാവുമല്ലോ. പിന്നെ അതുമല്ല, അവർക്ക് ചൂടോടെ തന്നെ പൂരി കിട്ടണം. ഈ തണിഞ്ഞിട്ട് പൂരിയൊന്നും ഇഷ്ടമല്ല. അത് അണക്കും അങ്ങനെ തന്നെയാണ്. അണക്കും ചൂടോടെ പൂരി എന്നാണ് ഇഷ്ടം. പിന്നെ നമ്മൾ ചപ്പാത്തിയും പൂരിയെല്ലാം പരത്തുന്ന സമയത്ത് നമുക്ക് പൊടി വേണമല്ലോ എന്തായാലും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ചാൾ ഇട്ട് വെക്കും. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ അല്ലാണ്ട് നമ്മൾ വലിയ ബക്കറ്റിൽ നിന്ന് കോരിയെടുക്കാനൊന്നും നിൽക്കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും, പക്ഷെ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ ഈ ഒരു ടിപ്സ്. അപ്പോൾ ഇതെൻ്റെ പൂരി ചുടൽ കഴിഞ്ഞ്. അപ്പോൾ ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള മാത്രമാണ് ഇപ്പോൾ ചുട്ടിട്ടുള്ളൂ. ഇനി ലാസ്റ്റ് പിന്നെ അണക്ക് വേണ്ടിയിട്ടുള്ളത് ചുട്ടെടുക്കണം. അപ്പോൾ അവരെ ക്ലാസ് കഴിഞ്ഞുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഇപ്പോൾ പരത്തിയിട്ട് ചുട്ടെടുക്കുന്നതാണ്. പിന്നെ കറിയുടെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ബാജിക്കറി വെക്കുന്ന സമയത്ത് കടുക് ചട്ടി വെച്ചിട്ട് തന്നെ ഉള്ളിയും തക്കാളിയെല്ലാം വാട്ടിയിട്ടാണ് ചെയ്തെടുക്കൽ. ആദ്യമെല്ലാം ഞാൻ ലാസ്റ്റ് കടുക് ചട്ടി വെച്ചിട്ട് ഒഴിക്കലാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആദ്യം തന്നെ ഞാൻ കുക്കറിൽ കടുക് ഇട്ടെടുക്കും വെളിച്ചെണ്ണയിൽ. എന്നിട്ട് അതിന് ശേഷം പിന്നെ മസാല എല്ലാം വാട്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ ഞാനും മക്കളും ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഇതാ പാത്രങ്ങളെല്ലാം കയറ്റെടുക്കാനുണ്ടേനു. അതെല്ലാം കയറ്റെടുത്ത് ഇനി ഈ കിച്ചണെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടെടുക്കണം. പിന്നെ നമ്മൾ ഓരോ നേരം ഭക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായാലും വൃത്തിയാക്കാനുണ്ടാവുമല്ലോ. ഭക്ഷണം കഴിഞ്ഞ പാത്രവും എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പും ഗ്യാസ് അടുപ്പെല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള പണിയിലേക്ക് കടന്നത്. പിന്നെ കാര്യമായിട്ടുള്ള പണിയെന്ന് വെച്ചാൽ അടിച്ച് വാരണം, അങ്ങനത്തെ പണിയെല്ലാം എന്നുള്ളത്. പിന്നെ ഗ്യാസ് അടുപ്പ് ഞാൻ രാവിലെ അങ്ങനെ സോപ്പിട്ടാൻ നിൽക്കില്ല. തുണി നനച്ചിട്ട് വെറുതെ അങ്ങ് തുടക്കുകയും പിന്നെ ഉച്ചക്ക് സോപ്പിട്ട് കഴുകിയെടുക്കലാന്ന്. അതെന്തായാലും നമ്മൾ മീൻ വെക്കുമല്ലോ. മീൻ പച്ചക്കറി വെക്കുന്ന സമയത്തായാലും മീൻ വെക്കുന്ന സമയത്തായാലും ഉച്ചക്ക് എന്തായാലും ഞാൻ സോപ്പിട്ടു. പിന്നെ ഇത് ഞാൻ ബാജിക്കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഈ പാത്രം കൈയോടെ അങ്ങ് കയറ്റി വെക്കാമല്ലോ. അപ്പോൾ ഞാൻ കിച്ചണെല്ലാം ക്ലീൻ ആക്കിയിട്ടെടുത്ത് എന്നിട്ട് ഞാൻ വേഗം തന്നെ ചോറിന് വെള്ളം വെച്ച് അരിയിട്ട് അതിന് ശേഷമാണ് പിന്നെ അപ്പുറമെല്ലാം അടിച്ചു വരാൻ വേണ്ടി പോയത്. പിന്നെ ഇന്ന് അലക്കാനൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ഇന്ന് ഏതായാലും അലക്കണ്ട, നാളെ വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച പിന്നെ എന്തായാലും അലക്കാനും തുടക്കാനെല്ലാം ഉണ്ടാവും. വ്യാഴാഴ്ച ഞാൻ അധികം ഡീപ്പ് ക്ലീനിങ് ചെയ്യൽ. അപ്പോൾ എന്തായാലും നാളെ തന്നെ അതെല്ലാം ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചു നിങ്ങൾ ഏതരിയാണ് യൂസ് ചെയ്യലെന്ന്. ഞാൻ ഈ ഒരു ചുവന്ന മട്ട റൈസാണ് യൂസ് ചെയ്യൽ. നല്ല അരിയാണിത്. പിന്നെ ഏതാ ബ്രാൻഡെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നുമില്ല. ഏതാ ചുവന്ന അരി അതന്നെ ഞങ്ങൾ യൂസ് ചെയ്യലാണ്. പിന്നെ ചില അരിക്കെല്ലാം നമ്മൾ ഈ അരി കഴുകുന്ന സമയത്ത് കൈക്കൊരു എണ്ണമയം പോലെ ഉണ്ടാവും.
അന്നേരം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ വെള്ളം തിളക്കുമല്ലോ, ചോറിൻ്റെ വെള്ളം, അന്നേരം കുറച്ച് അരി അങ്ങ് ഒഴിച്ചിട്ട് കഴുകിയിട്ട് അങ്ങ് മറിക്കും. അതിന് ശേഷമാണ് പിന്നെ ഞാൻ അരി ഇട്ട് കൊടുക്കൽ. ചില അരി കഴുകുന്ന സമയത്ത് ഭയങ്കര കളറായിരിക്കും, പിന്നെ ഒരു എണ്ണമയം പോലെ ഉണ്ടാവും. അങ്ങനെല്ലാം ആകുമ്പോൾ ഞാൻ പതവെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കലാണ്. അപ്പോൾ ഞാൻ അരിയിട്ട് കൊടുത്തതിന് ശേഷം ഇത് ഇപ്പറെല്ലാം ഒന്ന് അടിച്ചു വരാൻ വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഒരു റൂമിലാണ് മക്കൾ പഠിക്കുന്നത്, അതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ അപ്പുറത്തേക്ക് പോകില്ല അടിച്ചു വരാൻ. പിന്നെ അവർക്ക് ഡിസ്റ്റർബ് ആവും ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് അടിച്ചു വരുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഈ ഒരു റൂമും പിന്നെ ഹോളും മാത്രമേ അടിച്ചു വരിട്ടുള്ളൂ. പിന്നെ ആ റൂം ഇനി മോളെ ക്ലാസ് കഴിഞ്ഞാൽ ഓൾ അടിച്ചു വരും. ഇനി ഇത് ഈ കലമുക്കായിലൊന്ന് വൃത്തിയാക്കിയിട്ടെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ചോറിനേക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് അടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ടെടുക്കണം. പിന്നെ ഞാനിത് കലമുക്കായ്ക്ക് വേണ്ടിയിട്ട് അരി പോത്തി വെക്കുന്നതാണ്. അങ്ങനെ പതക്കുന്ന വെള്ളത്തിലല്ല, ഒരു ഇളം ചൂടുവെള്ളത്തിൽ. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് കലമുക്കായി ലേശം മുളകിടാന്ന്, പക്ഷേ അതിനൊന്നും ഇല്ല. പിന്നെ നറുക്കാൻ എന്തായാലും വേണമല്ലോ നല്ലോണം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും കാര്യമായിട്ട് വേണ്ടത് കലമുക്കായി നിറച്ചിട്ട് പൊരിച്ചതാണ്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണെന്നല്ലോ എല്ലാവർക്കും. പിന്നെ ഞാനിത് മക്കൾക്ക് വേണ്ടിയിട്ട് ലേശം ജ്യൂസ് അടിച്ചിട്ട് കൊടുക്കുന്നതാണ്, ഓറഞ്ച് ജ്യൂസ്. ഇനി ഇതാ ഈ കലമുക്കായി അടുപ്പത്തേക്ക് വെക്കണം, പൊരിക്കേണ്ട കലമുക്കായി. അപ്പോൾ ഞാൻ അങ്ങനെ കാര്യമായിട്ട് പൊടികളൊന്നും ഇട്ടിട്ടില്ല, വെറും മുളകുപൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് വേവിക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ ചോറിയുടെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാർത്തിയെടുക്കണം. പിന്നെ ഞാൻ വറവിന് വേണ്ടിയിട്ട് ഇതാ ചീരയാണ് വറുക്കുന്നത്. അപ്പോൾ ഈ ചീര ഞാൻ കുറച്ച് വെള്ളത്തിൽ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് നേരം അവിടെ വെക്കും. എന്നിട്ട് അതിന് ശേഷം കഴുകിയിട്ട് എടുക്കലാന്ന്. അപ്പോൾ നമ്മളെ കലമുക്കായുടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചീര കഴുകിയിട്ട് ഇതാ വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് താളിക്കാൻ വേണ്ടിയിട്ട് മുറിച്ചെടുക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ പേര് എന്നാൽ ബോട്ടിൽ നിന്ന് അങ്ങനെ എന്തോ ആണ്, പക്ഷേങ്കിൽ എനിക്കിൻ്റെ പേര് അങ്ങനെ അറിയില്ല. ബോട്ടിൽ നിന്നാണ് കാണുന്നത്. കുമ്പളങ്ങെല്ലാം പോലെ തന്നെ, കുമ്പളങ്ങനെല്ലാം ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇത് വെച്ചാൽ. പിന്നെ ഇത് ഉണക്കയമ്മീനും പച്ചച്ചെമ്മീനെല്ലാം ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് ഇതിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലിട്ടിട്ട് ലേശം മുളകുപൊടിയും ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാൽ മതി. വെള്ളം കുറേയൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, നമ്മൾ തേങ്ങ അരച്ച് വയ്ക്കുന്നതല്ല. ഇത് വേണ്ട വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. 2 വിസിലോ 3 വിസിലോ അങ്ങനെ അടിച്ചാൽ മതി. അപ്പോഴത്തേക്ക് തന്നെ അത് പെട്ടെന്ന് അങ്ങ് വെന്തോളും. ഇനി അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു മിക്സിൻ്റെ ജാറിൽ തേങ്ങയും പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചീര ഒന്ന് മുറിച്ചെടുക്കണം. ചീര ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ചീരയിൽ കഷ്ണം ഉള്ളിയും പിന്നെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും പിന്നെ തേങ്ങയും ആവശ്യത്തിന് ഉപ്പും. ഇനി ഇത് വറുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച കഷ്ണയുടെ വന്നിട്ടുണ്ട്. ഇനി വറുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പാനിലേക്ക് ആദ്യം തന്നെ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയുടെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ മിക്സാക്കി വെച്ച ഈ ചീരൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇലയായതുകൊണ്ട് പെട്ടെന്നങ്ങ് വെന്തോളുമല്ലോ, അതുകൊണ്ട് ഇതൊന്ന് മിക്സാക്കിയിട്ടൊന്ന് മൂടി വെച്ചാൽ മതി. ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 2 അല്ലി വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും. ഇത് പതച്ച് പൊന്തിയതാണ് കേട്ടോ, അതാണ് സൈഡിനുള്ള ലൈന്. ഉപ്പ് പോരാത്തതുകൊണ്ട് ഞാൻ ലേശം ഉപ്പിട്ട് കൊടുത്തതാണ് കേട്ടോ.
അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചീരയുടെ വന്നിട്ടുണ്ട്. ഇനി താളിക്കുന്നതിൽ കടു ചട്ടി വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചോറും കറിയുടെ റെഡിയായി. പിന്നെ ഞാനിന്ന് മുളകട്ട ഉണ്ടാക്കിയിട്ടില്ല. മുളകട്ട ഉണ്ടാക്കാണ്ടെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച ഏതായാലും കല്ലുമ്മക്കായ് പൊരിക്കുന്നേരം അതിനകത്ത് എന്തായാലും കക്ക ഉണ്ടാവും. അപ്പോൾ അതിൽ പെരക്കിയിട്ട് തന്നെ തിന്നാന്ന് വിചാരിച്ച്. പിന്നെ അയിലുണ്ട് ഫ്രിഡ്ജിൽ. പിന്നെ അതുമല്ല ഹസ്ബൻഡിനും മക്കൾക്കൊന്നും വലിയ നിർബന്ധമൊന്നുമല്ല മുളക് കറി. പിന്നെ അണക്കായിട്ട് വെക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടില്ല ഞാൻ. അപ്പോൾ ഞാൻ താളിക്കുന്നതിൽ കടു ചട്ടി വെച്ച് ഒഴിച്ചു കൊടുത്ത് ഇനി കാര്യമായ പണി ഇതാ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടെടുക്കണം. പിന്നെ ഇത് ഇന്നലെ വാങ്ങിയ പച്ചമുളകിന്, അപ്പോൾ അത് ഞാൻ പാത്രത്തിലിട്ട് വെച്ചിട്ടില്ല. ഇനി അതിൻ്റെ മുത്തിയെല്ലാം കളഞ്ഞിട്ടൊന്ന് പാത്രത്തിലിട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഇതുപോലെ തുടച്ചിട്ടാന്ന് പാത്രങ്ങളെല്ലാം എടുത്ത് വെക്കൽ കേട്ടോ. അധികം ചോറെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ തുടക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെളിച്ചെണ്ണൻ്റെ കുപ്പിയെല്ലാം തൊട്ട കൈ കൊണ്ടല്ലേ കടുവിൻ്റെയും മഞ്ഞളിൻ്റെ എല്ലാം കുപ്പിയെല്ലാം തൊടാൻ. അപ്പോൾ എന്തായാലും അതിൻ്റെ മുകളിലെല്ലാം എണ്ണ മുക്ക് പോലെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ഞാനൊന്ന് തുടച്ചിട്ടാണ് ഈ തട്ടിൻ്റെ മുകളിൽ വെക്കൽ. പിന്നെ അതുമല്ല നമ്മളിപ്പോൾ കടുവിൻ്റെ മാത്രമല്ല മുളക് പൊടി മല്ലിപ്പൊടി എല്ലാത്തിൻ്റെയും കുപ്പി നല്ല വൃത്തിയായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ അതെല്ലാം തീർന്നതിന് ശേഷം നമ്മൾ രണ്ടാമത് എന്തായാലും പുതിയത് ഇടുമല്ല. അപ്പോൾ അതിന് മുമ്പേ ഈ പാട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് വെക്കാം. നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ചതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടി കടുവെല്ലാം അങ്ങനെ ഇട്ട് വെക്കാം. അപ്പോൾ ഓരോന്നോരോന്ന് തീരുന്നതിനനുസരിച്ചിട്ട് കുപ്പിയെല്ലാം കഴുകിയിട്ട് നമ്മൾ സാധനം ഇട്ട് വെക്കാം. അതാകുമ്പോൾ നമുക്ക് എന്താ പറയുക നല്ല വൃത്തിയായിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ അതിനായിട്ടൊരു ദിവസം നമ്മൾ മെനക്കെടുകയും ചെയ്യേണ്ടല്ലോ. അപ്പോൾ ഇതെൻ്റെ കിച്ചൺ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ്. പിന്നെ ആ പാത്രത്തിൽ കാണുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഈ കലമുക്കായി നിറക്കാൻ വേണ്ടിയിട്ട് അരി പുതിർത്തി വെച്ചതാണ്. പിന്നെ അതിന് ശേഷം ഞാനും മക്കളും ഇതാ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഇരുന്ന്. പിന്നെ കലമുക്കായി നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. നല്ല എന്താ പറയുക, അതിൻ്റെ കക്കം കൂട്ടിയിട്ട് ചോറൊന്നും പോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിയ അതേ ടേസ്റ്റ് തന്നെയാണ് കലമുക്കായ്ക്ക്. അപ്പോൾ ചോറെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ വൈകുന്നേരം ഇതാ കിച്ചണിലിറങ്ങി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കല്ലുമ്മക്കായ ഒന്ന് അടുപ്പത്താക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് അതിന് ശേഷം ചായൻ്റെ പണിയിലൊക്കെ കിടന്നത്. ചായക്ക് ഞാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. എന്നൊരു മുട്ടപ്പോളയാണ് ഞാൻ ചൂടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ കല്ലുമ്മക്കായിൽ ചേർത്ത് കൊടുത്തത് ഉള്ളി, തേങ്ങ, പിന്നെ നല്ല ജീരകവും പെരുംജീരകവും. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണ്ട. നെയ്പ്പത്തിന് നമ്മൾ കല്ലുമ്മക്കായ്ക്കെല്ലാം അരച്ചെടുക്കുമ്പോൾ കുറച്ച് തരിയോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി ഈ ബാക്കിയുള്ള അരിയും കൂടി ഒന്ന് അരച്ചെടുക്കണം. ഇനി ഈ അരിപ്പച്ചമ്പെല്ലാം ഒന്ന് കഴുകിയിട്ട് വെക്കണം. പിന്നെ അതുമല്ല വെള്ളം തിളപ്പിക്കാൻ വെക്കണമല്ലോ. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചാൽ പിന്നെ എനിക്ക് ഇപ്പുറത്തുനിന്ന് കല്ലുമ്മക്കായ് നിറച്ചാൽ മതിയല്ലോ. പിന്നെ അരിപ്പൊടി കണ്ടതിനാണ് ഓർമ്മ വന്നത്. പിന്നെ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു നിങ്ങൾ ഏത് അരിപ്പൊടിയാണ് യൂസ് ചെയ്യലെന്ന്. ഞാൻ മുമ്പ് ആമീസേന് യൂസ് ചെയ്യൽ, ഇപ്പം യൂസ് ചെയ്യാണ്ടൊന്നുമില്ല, യൂസ് ചെയ്യലുണ്ട്. പിന്നെ ടേസ്റ്റി ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അരിപ്പൊടിയുണ്ട്, അതും നല്ല അരിപ്പൊടിയാണ്. ഞാൻ അധികവും യാമീസും പിന്നെ ടേസ്റ്റി ഫുഡില്ലേ അരിപ്പൊടി അതും മിക്സാക്കിയിട്ട് തന്നെയാണ് ഇതുപോലെ എന്തിനും നെയ്പ്പത്തിനായാലും അരിറൊട്ടിക്കായാലും എല്ലാത്തിനും ഞാൻ യൂസ് ചെയ്യൽ. പിന്നെ അരിപ്പൊടി മാത്രം വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്നും ചെയ്തെടുക്കലില്ല. അരിറൊട്ടി ഞാൻ ചുട്ടെടുക്കലില്ല. അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ഉരം പോലെ ആയിട്ടാണ് തോന്നുന്നത് അരിറൊട്ടിയല്ലോ. ഞാൻ മുമ്പേ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കൽ. അരി പുതിർത്തിയിട്ട് അരച്ചിട്ട് അരിപ്പൊടി മിക്സാക്കിയിട്ട് കുഴച്ചെടുക്കും. അതാണ് നമുക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്നത്, അരി പുതിർത്തിയിട്ട് നമ്മൾ അരച്ചിട്ട് അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലുള്ള കല്ലുമ്മക്കായുടെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളം തിളക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ ഓരോ തട്ടാക്കിയിട്ട് ഇങ്ങനെ വെക്കാമല്ലോ, അതാകുമ്പോൾ അങ്ങ് പെട്ടെന്നങ്ങ് ആയിക്കോളും. അപ്പോൾ ഞാനിതാ കല്ലുമ്മക്കായ എല്ലാം നിറച്ച് വെച്ച് പിന്നെ ചായക്ക് വെള്ളം വെച്ച് ചായപ്പം ഞാൻ ആക്കി വെക്കുന്നതാണ്. ഈ മുട്ടപ്പോള അതിന് ശേഷം പിന്നെ ചായ കുടിക്കും. പിന്നെ അതുമല്ല മക്കൾക്ക് മദ്രസൻ്റെ ക്ലാസ് തുടങ്ങും, അപ്പോൾ അതിന് മുമ്പേ ചായ കൊടുക്കണം.
പിന്നെ ഞാൻ ഈ മുട്ടപ്പോൾ ഉണ്ടാക്കുന്നത് 4 മുട്ടക്കാണ്. അപ്പോൾ 4 മുട്ടക്ക് ഞാൻ മറ്റേ പഞ്ചസാരയും മൈദയെല്ലാം എടുക്കുന്നത് അണക്കൊരു സ്പൂണുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു അളവിലാണ് ചെയ്തെടുക്കൽ. അപ്പോൾ ഈ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ മൈദയും പഞ്ചസാരയും അളന്നെടുക്കൽ. ഒരു മുട്ടയ്ക്ക് ഈ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും പിന്നെ മൈദയും, അങ്ങനെ ആ ഒരു കണക്കിൽ. അപ്പോൾ ഞാൻ സാധാരണ അധികം ഉണ്ടാക്കൽ 4 മുട്ടക്കാണ്. അപ്പോൾ 4 മുട്ടക്ക് 4 ടേബിൾ സ്പൂണ് പഞ്ചസാരയും 4 ടേബിൾ സ്പൂൺ മൈദ. പിന്നെ വാനില എസൻസ് മുട്ട ഇതുപോലെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണ്, അത് മൈദ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുത്താലും മതി. പെട്ടെന്ന് തന്നെ അങ്ങ് ആയിക്കോളും. നല്ല ടേസ്റ്റുമാണ് ഈ ഒരു മുട്ടപ്പോള. ആദ്യം മുട്ടയും പഞ്ചസാരയും നല്ലോണം അടിച്ചെടുക്കുക. എന്നിട്ട് മുട്ട നല്ലോണം പതഞ്ഞ് വരുന്ന സമയത്ത് എന്താ പറയുക, വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൈദയും ബേക്കിംഗ് പൗഡറും, എന്നിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. കുറേ നേരമൊന്നും ബീറ്റ് ചെയ്തെടുക്കണ്ട. എന്നിട്ടെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ഇതുപോലെ പോളൻ്റെ ചെമ്പുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ കുറേ നേരമൊന്നും നമ്മൾ അടുപ്പത്ത് വയ്ക്കുകയും വേണ്ട, പെട്ടെന്ന് തന്നെ അങ്ങ് ആയിക്കോളും. പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അണ്ടിപ്പരിപ്പ് ഇട്ടാൽ. ഈ പോള വെന്തിട്ടാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് എങ്ങാനും മതി. പെട്ടെന്ന് അങ്ങ് വെന്തോളും, കുറേ നേരമൊന്നും വെക്കണ്ട. പിന്നെ ഞാൻ പോള ഉണ്ടാക്കിയതിൻ്റെ പാത്രമെല്ലാം വേഗം തന്നെ കയറ്റി അതിൻ്റെതായ സ്ഥലത്ത് വെച്ച് എഗ് ബീറ്ററിൻ്റെ ഇതെല്ലാം. അപ്പോൾ ഇത് നമ്മളെ പോളയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം പൊങ്ങി വന്നിനി. പിന്നെ 4 മുട്ടക്കല്ലേ, അതുകൊണ്ട് കാണാൻ അത്രയും ഉണ്ടാവും. അപ്പോൾ എൻ്റെ മാരിനിസ്കാരം കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ഇതായി ഒരു കല്ലുമുക്കായി പൊരിക്കാൻ വേണ്ടിയിട്ട് നിന്നത്. അപ്പോൾ ഞാൻ തോട് നേരത്തെ കളഞ്ഞു വെച്ച്, നല്ലോണം തണിഞ്ഞതിന് ശേഷമാണ് തോടെല്ലാം പൊളിച്ച് വെച്ചത്. പിന്നെ ഈ മുളക് കലക്കണമല്ലോ, അപ്പം മുളക് കലക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ലേശം ഉപ്പും, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കലക്കിയെടുക്കാം. ഇനി ഇത് ഓരോന്ന് മുളകിൽ ഇതുപോലെ മുക്കിയിട്ട് നമ്മൾ പാനിൽ വെളിച്ചെണ്ണ ഓയില എന്താ ഒഴിക്കുന്നത് വെച്ചാൽ അത് ഒഴിച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇനി ഇത് ഒരു ഭാഗം പൊരിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കാം. പിന്നെ ഞാൻ ഈ കലമുക്കായി പൊരിച്ചെടുക്കുന്ന സമയത്ത് അങ്ങനെ ഉണക്കിയിട്ട് പൊരിക്കില്ല, എനിക്കത്ര ഇഷ്ടമല്ല. ഞാൻ കുറച്ചൊരു മുളകോട് കൂടിയിട്ടാണ് പൊരിച്ചെടുക്കൽ. അതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് തിന്നാൻ. പിന്നെ ഇതിൻ്റെ കൂടെ നല്ല ചൂട് കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ ഒന്നും പറയണ്ട, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.